സാബുമാന്റെ ഉള്ളിലെ നാര തന്നെ പിടിച്ച് പറിച്ച് വലിച്ചിട്ടിരിക്കുകയാണ് നെവിനും അനുമോളും കൂടി. ഞാൻ കുറച്ചു മുന്നേ സാബുമാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് ഞാൻ ഇത് കണ്ടിട്ടായിരുന്നില്ല ചെയ്തത്. എന്നാൽ ദേ നല്ലപോലെ അടിപൊളിയായിട്ട് നെവിൻ തന്നെ അത് കൊണ്ടുവന്ന് മുമ്പിലിട്ട് കൊടുത്തു. അതും അനുമോളുടെ മുന്നിലേക്കാണ് ഇട്ടത്. അനുമോൾ ഇവനെ ഓൾറെഡി സംശയിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഡീപ്പായിട്ട് ലൈവിൽ നടന്നതിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച തൊട്ട് സാബുമാന്റെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഈ സാബുമാനെ വലിയ മൈൻഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു കോണ്ടന്റ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ആകെ കൂടി കുറച്ചു പേരേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പൊ ഈ അക്ബറും നെവിനും അധികം കോണ്ടന്റോ അല്ലെങ്കിൽ ഒരു സംസാരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും അനുമോള്, ആദില, നൂറ, ഷാനവാസ്, അനീഷ്. അതിൽ തന്നെ മറ്റേ അനീഷ് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കാം. ഷാനവാസിനെ പലപ്പോഴും കാണാറില്ല. പിന്നെ ഈ മൂന്ന് ഗേൾസിന്റെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ആദില, നൂറ ഇവർ തമ്മിൽ കുറേയധികം സംസാരമാണ് ഇപ്പൊ നടക്കുന്നത് ലൈവില്. പക്ഷെ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ അവിടെ ഇവിടെയും വന്നിരുന്നത്, അതായത് ഈ പറയുന്ന ആര്യൻ, അക്ബർ, നെവിൻ ഇവരോട് വന്നിരുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക, അതിൽ മുഴുവൻ അനുമോളെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുക. എന്നിട്ട് സാബുമാൻ അടുത്ത് തിരിഞ്ഞു പോയിട്ട് അനുമോളെടുത്തും നൂറയെടുത്തും ആദിലെടുത്തും പോയിട്ട് അക്ബറിന്റെ കുറച്ച് കുറ്റങ്ങൾ പറയുക എന്നൊരു സംഭവമുണ്ട്. ഇന്ന് രാവിലെ കിച്ചണിൽ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാബുമാനും ആദിലയും കൂടി ഇരുന്ന് ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു. അവിടെ അനുമോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ സാബുമാൻ സംസാരിക്കുന്നത് അത്രയും അല്ലെങ്കിൽ അക്ബറിനെ കുറിച്ചാണ് സംസാരിച്ചെന്നുള്ളത് ഇവിടെ മനസ്സിലായിട്ടുണ്ട്. ശരിക്കും അനുമോള് ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ ഗസ് ചെയ്യുകയാണ്. അനുമോള് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് സാബുമാൻ ഈ പറയുന്നവരുടെ ടോക്ക് കേട്ട് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി പറയുമോ എന്നുള്ളൊരു തോന്നല് അനുമോൾക്കുണ്ട്. അതായത് ആദില, നൂറ, അനുമോള് ഇവര് മൂന്നുപേരും മറ്റേ ടീമിനെ കുറിച്ച്, അക്ബർ, നെവിൻ ഇവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് കേട്ടിരുന്നിട്ട് അത് സാബുമാൻ പോയി അവിടെ പറയുകയാണോ എന്നൊരു സംശയം അനുമോൾക്കുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന സാബുമാൻ വന്ന് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുമോൾ ഒന്നും മിണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ പോയി പറയാനാണോ എന്നുള്ള പേടി അനുമോൾക്കുള്ളത് പോലെയാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോ നെവിൻ തക്കതായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണമുണ്ട്, ഇന്ന് ഈ പറഞ്ഞ കിച്ചണിൽ വന്നപ്പോഴത്തേക്കും നെവിന്റെ പേര് പറഞ്ഞ് അനുമോളെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് പറയുന്നത് ഉപ്പുമാവിന്റെ കേസിലാണ്. ഉപ്പുമാവ് നെവിൻ ഉണ്ടാക്കിയതിനെ അങ്ങേയറ്റം കുറ്റം പറഞ്ഞ് പേസ്റ്റ് പോലെയാണ്, പശ പോലെയാണെന്നൊക്കെ അനുമോള് പറഞ്ഞില്ലേ, നീ സൂക്ഷിച്ചോ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നെവിൻ നിന്നെ ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്, അതാണ് തേങ്ങയാണെന്നൊക്കെ അത് സാബുമാൻ വന്ന് ഈ പറയുന്ന അനുമോളോട് പറഞ്ഞു.